മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിനെ നാണക്കേടിലാക്കുന്നതായി കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ മർദ്ദനം. സുജിത്ത് എന്ന ചെറുപ്പക്കാരനെ പിടിച്ചുകൊണ്ടുവന്ന് പോലീസുകാർ വട്ടം കൂടി നിന്ന് മാറി മാറി പ്രഹരിക്കുന്ന ദൃശ്യം പുറത്തു വരാതിരിക്കാൻ കാണിച്ച കള്ളക്കളിയും വെളിച്ചത്തായി. പരിഷ്കൃത സമൂഹത്തിന് ഒട്ടും ചേരാത്ത വിധത്തിൽ പെരുമാറുന്ന ഇത്തരം പോലീസുകാർ സേനയ്ക്ക് തീരാ കളങ്കമാണ്. ഇവർക്ക് എങ്ങനെ പോലീസിൽ പ്രധാന തസ്തികകളിൽ തുടരാനാകുന്നു? ഉത്തരം പറയേണ്ടവർ ഒറ്റപ്പെട്ട സംഭവമാക്കി പൊതുജനങ്ങളെ കളിയാക്കുന്നവരായിപ്പോയി. ഈ ദൃശ്യങ്ങൾ പോലീസിലെ ഇടിമുറി മർദ്ദനത്തിന്റെ നേർചിത്രമാണ്. യൂത്ത് കോൺഗ്രസ് നേതാവ് കൂടിയായ സുജിത്തിനെ രാത്രി പിടിച്ചുകൊണ്ടുവന്നത് പോലീസ് കുറച്ച് ചെറുപ്പക്കാരെ ഭീഷണിപ്പെടുത്തിയത് ചോദ്യം ചെയ്തതിന്. പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഇടപെട്ടത് പക്ഷേ പോലീസിലെ ഇടിയന്മാർക്ക് ദഹിച്ചില്ല. കുന്നംകുളം SI നുഹ്മാൻ സുജിത്തിനെ പിടിച്ച് ജീപ്പിലിട്ട് പൊതിരെ തല്ലി. പോലീസ് സ്റ്റേഷനിലേക്ക് ഇറക്കിയത് ഉടുമുണ്ട് പോലുമില്ലാതെ. CPOമാരെ വിളിച്ച് കൂട്ടം ചേർന്ന് പ്രഹരിക്കൽ. എന്താണ് കുറ്റം? അറിയില്ല. മദ്യപിച്ച് പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയത്രേ. പിറ്റേന്ന് വൈകിട്ട് മജിസ്ട്രേറ്റിന് മുന്നിൽ എത്തിക്കുന്നതുവരെ ഒറ്റയ്ക്കും കൂട്ടത്തോടെയും മർദ്ദിച്ചു. അടിച്ച് ചെവിക്കല്ല് പൊട്ടിച്ചു. മദ്യപിച്ചില്ലെന്ന് ബോധ്യമായതിനാൽ ജാമ്യം കിട്ടി. എന്നിട്ടും പോലീസ് ഭീകരത തുടർന്നു. ഗുണ്ടാ പട്ടികയിൽപ്പെടുത്താനും കാപ്പ ചുമത്താനും നീക്കം. സുജിത്ത് നിയമ പോരാട്ടത്തിനിറങ്ങിയതാണ് ദൃശ്യങ്ങൾ പുറത്തു വരാൻ കാരണമായത്. അല്ലെങ്കിൽ ഇത് ലോകം അറിയില്ലായിരുന്നു. മർദ്ദിച്ചതിനേക്കാൾ ഭീകരമാണ് മറയ്ക്കാൻ നടത്തിയ ശ്രമം. പരാതി കൊടുത്തിട്ടും സ്വീകരിച്ചില്ല. ദൃശ്യങ്ങൾ കുന്നംകുളം സ്റ്റേഷനിൽ നിന്ന് മാറ്റുകളഞ്ഞു. ഈ പ്രതികളെ, ഈ ക്രിമിനൽ പ്രതികളെ, കാക്കി ഉടുപ്പ് ധരിച്ച ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന കുറ്റകരമായ നിലപാടാണ് കേരള മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും നാളിതുവരെ സ്വീകരിച്ചിട്ടുള്ളത്. തൃശ്ശൂരിലെ പോലീസിന്റെ അസിസ്റ്റന്റ് കമ്മീഷണർ ക്രൈംബ്രാഞ്ച് അദ്ദേഹം 15/6/23 ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് അന്നത്തെ SP-ക്ക് കൃത്യമായി ഈ സുജിത്തിന് പോലീസ് SI-യുടെയും കോൺസ്റ്റബിൾമാരുടെയും കയ്യിൽ നിന്ന് മർദ്ദനമേറ്റിട്ടുണ്ട് എന്ന റിപ്പോർട്ട്, അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചതാണ്. ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഈ പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടേണ്ടതാണ്. ഇവര് പോലീസ് സേനയിൽ അംഗങ്ങളായി തുടർന്ന് പ്രവർത്തിക്കാൻ ഇവർക്ക് അർഹതയില്ല. തുടരും സിനിമയിലെ ജോർജ് സാറുമാരെ പോലെയാണ് കേരളത്തിലെ പോലീസ് ഏമാന്മാർ. ഇപ്പോ കാണുമ്പോൾ റീൽസ് എടുത്ത് കേരള പോലീസിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ നന്മ മരങ്ങളായി അഭിനയിക്കുന്ന ഈ പോലീസ് ഏമാന്മാർ യഥാർത്ഥത്തിൽ പോലീസ് സ്റ്റേഷന്റെ അകത്ത് പെരുമാറുന്നത് അത്യന്തം നീചമായിട്ടാണ്, ക്രൂരമായിട്ടാണ് എന്നുള്ളത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഇതുപോലുള്ള നീചന്മാരെ കൊണ്ട് ഈ കേരളത്തിലെ പോലീസ് സേനയെ ഇവിടെ തുടരാനാണ് ഭാവമെങ്കിൽ അതിനെതിരെ ശക്തമായ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ആഭ്യന്തര അന്വേഷണത്തിൽ പോലീസുകാർ കുറ്റക്കാരെന്ന് കണ്ടെത്തിയിട്ടും സൗകര്യപ്രദമായ രീതിയിൽ സ്ഥലം മാറ്റം നൽകി സഹായിച്ചു. ജനമൈത്രി പോലീസ് എന്നും ജനങ്ങളാണ് യജമാനന്മാർ എന്നും വീമ്പ് പറയുന്നവർ ഇതൊക്കെ കാണണം. ഈ ദൃശ്യങ്ങൾ പോലീസിലെ മേലാളന്മാർ നേരത്തെ കണ്ടതാണ്. ഒന്നും സംഭവിച്ചില്ല. SI നുഹ്മാൻ, CPOമാരായ സജീവൻ, S സന്ദീപ്, ശശീന്ദ്രൻ എന്നിവരാണ് പോലീസിലെ ഈ ഇടിവീരന്മാർ. തിരിച്ചു കിട്ടില്ലെന്ന ബോധ്യത്തിൽ കൈക്കരുത്തു കാട്ടിയ നീചന്മാർ. ഇവരിപ്പോഴും വിവിധ സ്റ്റേഷനുകളിലുണ്ട്. അവരെ സർവീസിൽ ഇരുത്തരുത്. ഇനി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ ഞങ്ങൾ ഇതുവരെ, ഞാൻ അത് തന്നെ വീണ്ടും അടിവരയിട്ട് പറയും, ഇതുവരെ പ്രതികരിക്കാത്ത രീതിയിൽ ഇക്കാര്യത്തിൽ പ്രതികരിക്കും. ഇത്രയും നമുക്കൊന്ന് സഹിക്കാൻ പറ്റണല്ലോ സത്യം. നമുക്ക് ആർക്കും സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ആ കുടുംബം എങ്ങനെ സഹിക്കും? അതാണ് പോലീസിനെ നയിക്കുന്നത് ഒരു ഉപജാപക സംഘമാണ്. ആ ഉപജാപക സംഘമാണ് ഈ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ സംരക്ഷിക്കുന്നത്. എന്തു വൃത്തികേട് ചെയ്താലും പോലീസിൽ സംരക്ഷിക്കാൻ ആളുണ്ടെന്നുള്ളതാണ്. സർക്കാർ ഇതിനകത്ത് നേരത്തെ എടുത്ത സ്റ്റാൻഡ് തന്നെയാണ്. നടപടി ഇല്ല എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് കോൺഗ്രസ് തീരുമാനിക്കാൻ. അവരാരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല. ആദ്യം ഈ കാക്കി വേഷം ധരിച്ച് അവരിനി പോലീസിൽ ജോലി ചെയ്യാം എന്നവർ കരുതണ്ട. ഞങ്ങൾ ജയിലിൽ പോയാൽ, ഞങ്ങളല്ല, ഞാനടക്കമുള്ള ഞങ്ങൾ ഈ കാര്യത്തിൻ്റെ പുറത്ത് ജയിലിൽ പോയാലും അത് നടക്കില്ല. നമ്മൾ ഇതുവരെ ഇങ്ങനത്തെ ഒരു അനുഭവം നമുക്കുണ്ടായിട്ടില്ല. ഇത്രയേറെ മർദ്ദനം സഹിച്ച ഒരു പോലീസ് പ്രോസിക്യൂഷൻ വളരെ വളരെ മോശം.
അപ്പോൾ അതിനെക്കുറിച്ചിട്ട് പാർട്ടി ആലോചിച്ചിട്ടുണ്ട്, ചർച്ച നടത്തിയിട്ടുണ്ട്. അത് നിയമാനുസൃതമായി അതിനെ കൊണ്ട് അത് ഫേസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് മുൻപോട്ട് പോകും. ഒരു മനുഷ്യത്വമുള്ള ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ കീഴിൽ നിൽക്കുന്ന ഒരു പൗരനെ ഇതുപോലെ ചെയ്യൂ? അദ്ദേഹത്തിൻ്റെ മകനോ അദ്ദേഹത്തിൻ്റെ സഹോദരനെയോ ആണ് ഈ അക്രമം നടത്തിയതെങ്കിൽ അവരെങ്ങനെയാണ് അതിനെ ഫേസ് ചെയ്യുക? ഇവര് പോലീസ് ഫോഴ്സിന് നാണക്കേടാണ്. അവർ തുടരാൻ പാടില്ല, പോലീസെ തുടരാൻ പാടില്ല. ഒരു ക്രിമിനൽ സംഘമാണത്, യാതൊരു സംശയവും വേണ്ട. ഇതുപോലുള്ള ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ എങ്ങനെ കേരളത്തിലെ ജനങ്ങൾ ഇവർ വിശ്വാസം അർപ്പിക്കും? പോലീസിൽ ക്രിമിനലുകൾ വാഴുന്നുവെന്ന് പറയുമ്പോഴെല്ലാം സേനയുടെ ആത്മവീര്യം തകർക്കരുതെന്ന് പറഞ്ഞ് വിമർശിക്കുന്നവരെ ആക്ഷേപിക്കുന്നത് മുഖ്യമന്ത്രി ഇനിയെങ്കിലും നിർത്തണം. പോലീസിലെ അഴിഞ്ഞാട്ടക്കാർക്ക് വളമാവുകയാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ സേനയുടെ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് സ്വയം പരിഹാസ്യനാകരുത്. നിസ്സാര ശിക്ഷയെ കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇവർ അഴിഞ്ഞാടുന്നത്. ഈ 4 പേർക്കുമെതിരെയുള്ള വകുപ്പുതല നടപടി ഉദാഹരണം. വിവരാവകാശ കമ്മീഷൻ ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് ദൃശ്യം പുറത്തു വന്നത്. കള്ളക്കേസിൽ കുടുക്കി മർദ്ദിച്ച് അവശനാക്കുന്ന പോലീസിനെ സാധാരണക്കാർക്ക് എങ്ങനെ സമീപിക്കാനാകും? ഇതല്ല പോലീസ്, ഇതാകരുത് പോലീസ്.